ട്രക്കിംഗ് ആരംഭിക്കുന്നു. ഇവിടെ സൂക്ഷ്മ ശരീരികളുണ്ട്. ഞങ്ങളുടെ ഇനിയൊരു പാലം കൂടെ ഉണ്ട്. ഈ പാലത്തിലാണോ അവിടെയാണോ എന്ന് അറിഞ്ഞത്. വെള്ളപ്പൊക്കം വന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പുറത്ത് വരാൻ പറ്റുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ കുളിക്കാൻ കേട്ടോ. ഇവിടെ കുളിച്ചിട്ട് ഇവിടെ ഭക്ഷണം മീനുണ്ടാവും. മീന് വലിയ മീനുകൾ കണ്ടുറങ്ങി. താഴോട്ട് ഇറക്കമാണ്. തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ വെള്ളങ്ങൾ. അത് ഡൽഹിയിലുള്ളത് ഇതല്ല, ലങ്കൂർ. ലങ്കൂർ അതല്ല ഇത്. അതല്ല, ലങ്കൂർ വേറെ. ലങ്കൂർ വൈറ്റ് ആണ്. ഈ സാധനത്തിന്റെ വൈറ്റ് ആണ് ലങ്കൂർ. ഇവിടെ ഉത്സവത്തിന് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഏത് മാസമൊന്നും എനിക്ക് ഓർമ്മയില്ല, കുറെ വർഷമായി. ചരിത്ര പ്രസിദ്ധവും ചിരപുരാതനവുമായ ദേവഭൂമിയിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മലൈക്കോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകം കുളം ഇവർ നിർമ്മിച്ചിരുന്നു. ചിറകളെന്ന് പറയും. മഴവെള്ളം സംഭരിച്ചാണ് ഇവിടെ കുളം ഉള്ളത്. കൃഷി നടത്തുന്നത് ഇത് മഴവെള്ളമാണ് കേട്ടോ. ഇത് ഊറ്റല്ല. ഇതിന്റെ മറു സൈഡാണെങ്കിൽ നമുക്ക് ഊറ്റുണ്ട്. ഇവിടെ ഇപ്പുറത്തെ ഇത് മഴ നിഴൽ പ്രദേശമാണ്. അപ്പുറത്തുള്ളത് ഹൈബ്രിഡ് ആണ്. അത് ഹൈബ്രിഡ് നാടനാണ്. തനി നാടനാ. ഈ അടുത്തിടയ്ക്ക് ഉറുമ്പില്ല. മറ്റേതാ ബിൽഡിങ്ങിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഉറുമ്പ്. നമ്മളെ അതിനെ ആക്രമിക്കാൻ നോക്കിയാലേ കഴിക്കൂ. മേത്ത് വീണാൽ ചിലപ്പോൾ കിട്ടും. കട്ടറുമ്പ് അടിച്ചാൽ നല്ലൊരു ഇഞ്ചക്ഷൻ ഉണ്ടോ? ഏതെത്തിയോ? അല്ലല്ല, ട്രക്കിംഗ് ആരംഭിക്കുന്നു. ടൈഗർ ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യരെ ഒരാള് മുകളിലുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ സൂക്ഷ്മ ശരീരികളുണ്ട്. അതറിയാമോ? അതുകൊണ്ട് ആത്മാക്കൾ സൂക്ഷ്മ ശരീരികളുണ്ട്. ഞാൻ ഹിമാലയത്തിൽ പോയപ്പോഴേ എൻ്റെ കൂടെ സന്യാസി പറഞ്ഞതാ, ഇവിടെ സൂക്ഷ്മ ശരീരികളുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും വളരെ സുസൂക്ഷ്മം വീക്ഷിക്കാൻ ആളുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം?
അത് മനസ്സിലാക്കി പെരുമാറണം എന്ന് പറയും. ഈ റോഡ് മുഴുവൻ ഇങ്ങനെയാണ്, ഇതേ രീതിയാണ്. അപ്പം ആശ്രമങ്ങളിൽ പോകുമ്പോൾ പാലിക്കേണ്ട ചിട്ടകളും രീതികളുണ്ട്, കാട്ടിൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞ് മലയിൽ പാലിക്കേണ്ടത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് അപ്പോഴേ ഇവര് ഡൽഹി കഴിഞ്ഞത് ഇവരെ സ്വഭാവം മാറി. ഞാൻ പറഞ്ഞ കണ്ടീഷനെല്ലാം ഡൽഹിയിൽ ഉപേക്ഷിച്ചവര്. അത് ഇനി അങ്ങോട്ട് റേഞ്ചും കാണൂല. എന്നിട്ട് അവരെല്ലാം വിട്ട് പെരുമാറി. എന്തു പറ്റി? അതിന്റെ ഫലം അവരനുഭവിച്ചു. എന്താണ് ചെയ്തത്? പറഞ്ഞുതരാം. ഇതിന്റെ ട്രക്ക് ചെയ്യുന്ന യാത്രകളിലെല്ലാം ഒരു പട്ടി കൂടെ വന്നിട്ടുണ്ട്. അപ്പം കൈലാസ യാത്ര പോയപ്പോഴേ ഇന്ത്യൻ ബോർഡർ വരെ ഒരു പട്ടി ഉണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങളുടെ ഒരു 28-30 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നെ. തിരിച്ചു വന്നപ്പോൾ ഇവനവിടെ ബേസ് ക്യാമ്പിൽ വെയിറ്റ് ചെയ്യുന്നു. അതെ അതെ. അല്ല, ഇതില് സൂക്ഷ്മ ശരീരി എന്ന് പറഞ്ഞില്ലേ, ഞാന് സൂക്ഷ്മ ശരീരിയുടെ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായത് എങ്ങനെയാണ്? ഇത് നമ്മുടെ ഇപ്പൊ ഭയങ്കര ഹിറ്റായ ഒരു ഡോഗാണ് അലോക. അലോക അലോക അലോക. അതെ. സന്യാസിമാര് നേപ്പാളിൽ നിന്ന് അവർ ഇന്ത്യ മുഴുവൻ നടന്നു. അവർ ഇന്ത്യയിൽ വന്നപ്പോ അവരുടെ കൂടെ ഒരു സ്ട്രേ ഡോഗ് കൂടെ കൂടി അങ്ങനെ ഇന്ത്യ മുഴുവൻ അവരുടെ കൂടെ നടന്നു. അവര് അത് കഴിഞ്ഞിട്ട് US കൂടെ നടന്നുകൊണ്ടിരിക്കുക. യുവമാരെന്ത് ചെയ്തു? യുവമാര് കൂട്ടുകാര്, എന്റെ കൂട്ടുകാര് കൂടെ പഠിച്ചതാ. ഞങ്ങള് 1 മുതൽ ഒരു ഡിഗ്രി വരെ. എന്നിട്ട് അവൻ എഞ്ചിനീയറിംഗ്, പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജില്. ഈ ഫോട്ടോകള് എടുത്തോളണേ. കാരണം ഈ പാലം, ഇത് ഞങ്ങളുടെ ഇനിയൊരു പാലം കൂടെ ഉണ്ട്. ഈ പാലത്തിലാണോ അവിടെയാണോ എന്ന് അറിഞ്ഞത്. വെള്ളപ്പൊക്കം വന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പുറത്ത് വരാൻ പറ്റുന്നില്ല. മഴ ഇതിന് മേളിൽ കൂടെ വെള്ളം ഒഴുകുകയാണ്. നമുക്ക് മറ്റേ ഇതെടുക്കാം, വാ ദുരന്തറിലെ ഞാൻ ഈ ഹിമാലയം ഫോട്ടോ എടുത്ത് നമ്മുടെ ഇതിലിടുമല്ലോ ഫേസ്ബുക്കിൽ, ഇട്ട് ആവേശം കയറി വന്നവരാ അവര്. ചിലവൊക്കെ വഹിച്ചു. പക്ഷേ ഞാനിവിടുന്ന് കുറേ കണ്ടീഷൻസ് വെച്ചാണ് കൊണ്ടുപോയത്. ഹിമാലയം. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു ചാർധാം പോകണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ 15 ദിവസം നമ്മുടെ ഫിക്സ് ചെയ്തു. ബോഡി അക്ലമറ്റൈസ് ചെയ്യണം, അതിന് വേണ്ട ദിവസമൊക്കെ എടുത്ത് അതൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. ഡൽഹി യവന്മാർ എന്ത് ചെയ്തു എന്നറിയോ? ഡയറക്റ്റ് സാധാരണ ഞാൻ ഡെറാഡൂൺ, ട്രെയിനിലാണെങ്കിൽ ഡെറാഡൂൺ, ഫ്ലൈറ്റ് ആണെങ്കിലും ഡൽഹി ഡെറാഡൂൺ എടുക്കും. ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിനന്ന് ഇവര് ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇവര് ഡൽഹിയിൽ എടുത്തിട്ട് ഡൽഹിയിൽ നിന്ന് ഡെറാഡൂൺ എടുത്തില്ല. അവര് പ്ലാൻ മാറ്റി, എന്നോട് എടുത്തു എന്നാ പറഞ്ഞ. എന്നിട്ട് ഇവര് എന്ത് ചെയ്തു? ഒരു ദിവസം കള്ളൊക്കെ അടിച്ച് ഡൽഹിയിൽ കിടന്നു. അപ്പം ഞാനിവിടുന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ സാധാരണ പറഞ്ഞിട്ടുണ്ട് ഹിമാലയാത്രയാണെങ്കിൽ മൃതമൊക്കെ എടുത്തു. ഞാൻ അങ്ങനെ പോകുന്നത്. അവിടെ നോൺ വെജ് കഴിക്കില്ല, മദ്യം ഒന്ന് ഉപേക്ഷിക്കും. കാരണം ബോഡി ഇത് റീകണ്ടീഷൻ ചെയ്യണം. അത്യാവശ്യം നടക്കണം. അങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡിലല്ലേ പോകുന്നത്. ചെയ്യണമെന്നാണ് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ മീന് തിന്നണം. ഇവിടെ നാട്ടിൽ തിന്നാത്ത മീനൊന്നുമില്ല. ഇവിടുത്തെ റഷ്യന്ന് വന്നു നേരിട്ട്. നമ്മുടെ 3 പേര് ഇവിടെ നിന്ന് പോയി. എന്നിട്ട് ഞാൻ ഹരിദ്വാറിൽ താമസിക്കാൻ, ഹരിദ്വാറിലൊരു സ്വാമിയുണ്ട്, സ്വാമി സർവേശാനന്ദ സ്വാമി. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അദ്ദേഹം ഞാൻ പോകുമ്പോഴേ താമസിക്കാൻ വേണ്ടി പൈസയൊന്നും കൊടുക്കണ്ട. അദ്ദേഹം
നമുക്ക് കേരള ഫുഡൊക്കെ ഉണ്ടായി തരും. ആ ഇത് ഈ പാലോ മുങ്ങിയ അതെ അതെ അത് ഇതിനേക്കാളും ഹൈറ്റ്. ഇതൊക്കെ ഒരു ഹൈറ്റാ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ കുളിക്കാൻ കേട്ടോ. ഇവിടെ കുളിച്ചിട്ട് ഇവിടെ ഉള്ള ഭക്ഷണം ഏത് മെല്ലു ഇത് തന്നെയാണോ? മെല്ലു ഇതുപോലെയാ കിടക്കുന്നത്. അത് ശരി. ഇവിടെ കുളിക്കാൻ പറ്റുമോ? പക്ഷെ അവിടെ കുരങ്ങിന്റെ ശല്യമുണ്ട്. അത് ശരി. ഇതിന്റെ ഇടയിൽ മാത്രമേ കുരങ്ങിന്റെ ശല്യം കുറവുള്ളൂ. അല്ലോ ഈ ഇവിടെയൊക്കെ കുളിക്കാൻ എന്ത് രസമെന്നറിയോ? ആ വിശാലമായിട്ട് കിടക്കുന്നു നമ്മുടെ എന്ത് കിടക്കുന്നു? നല്ല വിശാലമായിട്ടുള്ള ഇത് മീനുണ്ടോ? മീന് വലിയ മീനുകള് അല്ലേ? അല്ലേ ഇത് വെള്ളം തീരെ കുറവാ. പക്ഷെ വെള്ളം കൂടുന്നത് നമ്മൾ വിചാരിക്കും പോലെ അല്ല. ആഴമുണ്ട് ഇതിന്. മനസ്സിലായില്ലേ? സ്വിമ്മിങ് അറിയാത്തവർക്ക് ഇതാണുള്ളത്. ഇല്ല, സ്വിമ്മിങ് അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഈ ഒഴുക്കുള്ള വെള്ളത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അനിലിനെ വർത്താനം പറഞ്ഞ് ക്ഷീണിക്കുന്നില്ലേ? ഇവിടുത്തെ മസിൽസ് ഒക്കെ ഞാന് ഇന്നലത്തെ ഒക്കെ ക്ഷീണം കിടക്കുന്നു. അതിനുള്ള എക്സസൈസ് ആണോ അത്? നമ്മുടെ കഥക്കൂട്ടത്തിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആരാ കഥക്കൂട്ടം? ഏത് കഥക്കൂട്ടം? ആരാ അവിടെ? ആരാ? അതെ, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നത്. ഇവര് പറഞ്ഞു നമുക്ക് ടാക്സി വിളിക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് ഫ്ലൈറ്റ് എടുത്ത് പോയാൽ 1 മണിക്കൂർ മതി അവിടുന്ന്. അന്ന് 1500 രൂപ മതി അന്ന്. അപ്പം ഞാൻ പറഞ്ഞു 1500 രൂപയല്ലേ ഉള്ളൂ. അപ്പം ഇവർ പറഞ്ഞു നമുക്ക് UP ഒക്കെ ഒന്ന് കണ്ടുപോകണം. UP ഡെറാഡൂൺ അല്ലേ പോകണ്ടേ? ഡെറാഡൂൺ അല്ല, നമ്മൾ ഹരിദ്വാർ അല്ല ഋഷികേശ്. അപ്പം UP കണ്ട് അനുഭവിച്ച് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു UP കണ്ട് അനുഭവിച്ച് പോകുന്നത് വെറും ബോറാണ്. കാരണം ബ്ലോക്ക് ഉണ്ടാവും ഹൈവേയിൽ. നന്നാ പറഞ്ഞു. അവരോട്ട് കേട്ടില്ല. നമ്മുടെ ടാക്സി വിളിച്ചു, പോയി യാത്ര ആരംഭിച്ചു. രാവിലെ 5 മണിക്ക് യാത്ര ആരംഭിച്ച് വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ എത്തുമെന്നാണ് നമ്മുടെ ഗൂഗിള് ചേച്ചി പറഞ്ഞു തന്നത്. 4 മണിക്ക് കൊണ്ട് അവിടെ എത്തുമെന്ന് പറഞ്ഞു. അല്ല 3 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. ലഞ്ച് വന്നിട്ട് കഴിക്കാമെന്ന് സ്വാമിയെ വിളിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് 4 പേർക്കുള്ള ഭക്ഷണമൊക്കെ സ്വാമി ഉണ്ടാക്കി വെച്ചു. കാറ് ടാക്സിയിൽ. എന്നിട്ട് ഈ പൊട്ടന്മാര് ഉച്ചയ്ക്ക് ഒരു കടയിൽ നിർത്തി. UP വഴി ഡൽഹിയിൽ നിന്ന് UP വഴി ഹരിദ്വാർ ഋഷികേശിൽ ഡെറാഡൂൺ വഴി. അപ്പൊ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് മറ്റേ ബട്ടൂര മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ നോർത്ത് ഇന്ത്യൻ ഫുഡ്, ഒരു കടയിൽ കയറി. എന്നിട്ട് അയാളോട് ചോദിക്കാണ് ബീഫ് കിട്ടും. അവൻ റൊട്ടിയൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചതന്നെ. ചോദിച്ചതേ ഓർമ്മയുള്ളൂ. ചാരി ഇരുന്ന് പിന്നെ വണ്ടി കയറി പിന്നെ വിട്ടു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്ഷണം കഴിച്ചത്. അരുവിയുടെ ഒരു ഭംഗിയുണ്ടോ? ഇതാണ് കറക്റ്റ് അരുവി എന്ന് പറയുന്ന സാധനം. പോകുന്ന വഴിയില് മഴ പെയ്തു. മഴ എന്ന് പറഞ്ഞാൽ ഭീകര മഴ. ഹരിദ്വാർ മുതൽ പിന്നെ ബ്ലോക്ക്. രാത്രി 11 മണിക്ക് ഋഷികേശിൽ ചെന്നിറങ്ങിയാണ്. അപ്പൊ ആകെ അറിയുന്നത് സ്വാമിയുടെ ആശ്രമം വന്നിട്ട് എയിംസിന്റെ ഇങ്ങറ്റമാണ്. അതേ അറിയാവൂ. അപ്പം ഞാൻ പിന്നെ സ്ഥിരം പോയി താമസിക്കുന്ന സ്ഥലം റെയിൽവേ സ്റ്റേഷനിലെ ഋഷികേശ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഓട്ടോ പിടിച്ച് കാളി കമ്പിളിവാല ട്രസ്റ്റിൽ പോകും. രാത്രി ഇത് ആരോട് ചോദിക്കാൻ? ഇവന്റെ ഇവനും ബാഗും കൂടെ വെള്ളത്തിൽ വന്ന് വീഴുന്നു. അങ്ങനെ നനഞ്ഞ ബാഗ് ട്രോളിയും തലയിൽ ഇങ്ങനെ തൂക്കിയിട്ട് നടക്കുകയാണ്. ഓ, നമുക്ക് വേഗം ആ തണലിലെത്ത് പോവാം. വസിഷ്ഠ ഗുഹയിൽ പോയി അവിടുന്ന്
അവിടുത്തെ കുറേ സ്ഥലങ്ങൾ, ലക്ഷ്മൺ ചൂല, രാംചൂല, ഇവിടെയൊക്കെ കൊണ്ടുപോയി എല്ലാം കാണിച്ചു. ഈ അതിന് ഭൂപ്രകൃതിയെ കുറച്ചുകൂടെ ഡ്രൈ ആണ്. ആ അതെ അതെ, ഭൂട്ടാൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലേ, നടക്കാൻ പറ്റൂല. ആ അല്ല ഞാൻ പറഞ്ഞല്ലേ, ലേ ലഡാക്ക് പോയില്ലേ, ലേ ലഡാക്ക് പോയി, പാങ്കോങ് പോയാ, പാങ്കോങ്. ആ എത്തി കേട്ടോ, നമുക്ക് ഇനി കുറച്ച് ദൂരേ ഉള്ളൂ. അവിടെ ഇരിക്കാം. ഞാൻ ആ വഴി കംപ്ലീറ്റ് ബൈക്ക് ഫോറസ്റ്റ് സ്റ്റേഷൻ വന്നു കേട്ടോ, നേരത്തെ ഇല്ലായിരുന്നു. ഓ കേട്ടോ, നേരത്തെ ഇതില്ലായിരുന്നു ഫോറസ്റ്റ് അവരെ സ്റ്റേഷൻ. കണ്ടു തുടങ്ങി. ജോസഫിൻ്റെ ഉണ്ടല്ലേ വെള്ളം, പോവേ എടുക്കാം. ഏറെക്കുറെ കഴിഞ്ഞു തോന്നുന്നു വെള്ളം. താഴോട്ട് ഇറക്കമാണെന്ന് തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ വെള്ളങ്ങൾ, കൊഞ്ചി വെള്ളം. കരിങ്കുരങ്ങുണ്ട്, ഹനുമാൻ കുരങ്ങ്. ഇതിനെയാണോ രസായനം വെക്കുന്നത്? പക്ഷെ ഇപ്പൊ നടക്കത്തില്ല, ഇപ്പൊ പോലീസല്ല, ഈ സംരക്ഷിത അനിമൽസിനെ ഇത്. അതെ അതെ അതെ, അതെ. ഈ കുരങ്ങനെ പിടിക്കാനുള്ള, പേടിപ്പിക്കാനുള്ള കുരങ്ങനല്ലേ അത്? അതല്ല, അത് അവിടെ ഡൽഹിയിലുള്ളത് ഇതല്ല, ലങ്കൂർ. ലങ്കൂർ അതല്ലേ ഇത്? അതല്ല അല്ല, ലങ്കൂർ വേറെ. ലങ്കൂർ വൈറ്റ് ആണ്, ഈ സാധനത്തിന്റെ വൈറ്റ് ആണ് ലങ്കൂർ എന്ന് പറയുന്നത്. ഓ യാത്ര ചെയ്യുന്നത് കൊടിനീരുണ്ട് കേട്ടോ, കൊടിനീര്.
ആകാശവാണി ന്യൂസ് ചെയ്തിട്ടുണ്ട് അത് വരും. അങ്ങനെ ചെയ്യാൻ പറ്റും. വിഷ്ണു സഹസ്രനാമം ഞാൻ ചൊല്ലി പഠിച്ചതിന് ഒരു കാരണമുണ്ട്. വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ കാരണം എന്ന് പറഞ്ഞാൽ വ്യാസ ഗുഹയിൽ പോയി ബദരിയിൽ. അവിടെ പോയി ഇരുന്നപ്പോഴേ കുറെ കൊച്ചു പിള്ളേര്, ആ ഗ്രാമത്തിലെ പിള്ളേര്, അവരിങ്ങനെ വന്ന് ഇരുന്ന് കാണാതെ അങ്ങ് ചൊല്ലുകയാണ്, ഒപ്പിച്ച് ഇങ്ങനെ കലക്കി അങ്ങ് ചൊല്ലുകയാണ്. എൻ്റെ ദേഹത്തൂടെ ഇങ്ങനെ സ്പാർക്ക് അടിച്ച് ഇരിക്കുകയാണ് ഞാൻ. നാണക്കേടും തോന്നി. ഇത്രയും കൊച്ചു പിള്ളേർ ഈ വിഷ്ണു സഹസ്രനാമം കേൾക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് വന്നിട്ട് ഞാൻ തീരുമാനിച്ചു, എന്ത് വന്നാലും വിഷ്ണു സഹസ്രനാമം പഠിച്ചിട്ട് എൻ്റെ കാര്യം. ചന്ദ്രത്തിൽ ചൊല്ലുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ്. വിഷ്ണു വശത്താരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതഭാവോ ഭൂതാത്മാഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ മുക്താനാ പരമാഗതി ഭാഗ്യേ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷരയേ വജാഹ. ഇങ്ങനെ അല്ലേ? അതെ, വെള്ളി റിബിലിയ. അല്ല, പോറ്റി എന്ന് നമ്മുടെ ഈ തമിഴ് ഇങ്ങോട്ടുള്ള പോറ്റി മതി. പോറ്റി നമ്പൂതിരിമാരല്ല, അവർ തമിഴ് ബ്രാഹ്മൺസാണ്. നമ്മുടെ ഇവിടുത്തെ തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് സൈഡിൽ നിന്നുള്ള ആൾക്കാരാണ്. അതെ, തെക്കൻ സൈഡിൽ നിന്ന് നമ്പൂതിരിയുണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ നമ്പൂതിരി. അല്ല, ഇത് ഒറ്റ ഉണ്ണികൃഷ്ണൻ പോറ്റി കാരണം പോറ്റിമാർക്ക് മൊത്തം. അതെ, ഈ ഇവിടെ ഉത്സവത്തിന് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അതെന്നാ ഏത് മാസം? ഏത് മാസമൊന്നും എനിക്ക് ഓർമ്മയില്ല, കുറെ പ്രശ്നമായി. എവിടെയല്ലേ പറഞ്ഞേ? പോയി ഡ്രസ് മാറാം. അവർക്ക് വഴി ഇവിടെ തുടങ്ങി ഫുഡ് ഇൻഫെക്ഷൻ വരില്ലേ? കൽക്കണ്ടുണ്ട്, അരി ഉണ്ടോ അറിയില്ല. അരി ഉണ്ടെന്ന് തോന്നുന്നു. സ്ക്വയർ മറ്റേ കൽക്കണ്ടമുണ്ട്. ഒരു 25-30 ദിവസം കഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റുള്ളൂ. അത് തണുപ്പത്തിൽ 5 താഴെ ആദ്യത്തെ കാലം ഉണ്ട് കേട്ടോ.